ഹേ ഗായ്സ്, ഇന്നൊരു മിനി വ്ലോഗാണേ. നമുക്ക് പെട്ടെന്ന് ഒരു ഷവർമ കഴിക്കാൻ തോന്നി. അങ്ങനെ പുറത്ത് പോകാൻ വീടിൻ്റെ അടുത്ത പള്ളിയിൽ പെരുന്നാളാണെന്ന് തോന്നി. അപ്പോൾ നമ്മൾ പള്ളി പെരുന്നാളൊക്കെ പ്രദക്ഷിണങ്ങൾ പോകുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് വാങ്ങി തിരിച്ചു വന്നപ്പോൾ പ്രദക്ഷിണം പോകുന്നത് കണ്ടു. അപ്പോൾ മുന്നൂസും കൂടെ ഉണ്ടായിരുന്നു, നമുക്ക് പ്രദക്ഷിണം കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങി തിരിച്ചു വന്നപ്പോൾ കറക്റ്റ് ടൈമായിരുന്നു. അങ്ങനെ നമ്മൾ മൂന്നുപേരോട് അവിടെ നിന്ന് പ്രദക്ഷിണം കാണും. ചെണ്ടമേളവും ബാൻഡ് മേളവും ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ തിരുസ്വരൂപങ്ങൾ കൊണ്ടുവരുന്ന മുറയ്ക്ക് അവിടെ നിൽക്കുന്ന ആൾക്കാർ പോയി മാലയിട്ടിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നത് കണ്ടു. അപ്പോൾ അതായത് ഈ പോകുന്ന വഴിയെല്ലാം ഫാമിലീസ് വിളക്ക്, ഒന്നുകിൽ വിളക്ക് അല്ലെങ്കിൽ മെഴുകുതിരികളൊക്കെ കത്തിച്ച് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോപ്പിൽ പോയ വഴിക്ക്. അപ്പം കാണാൻ നല്ല ഭംഗിയാണ്. ഈ രാത്രിയിൽ ദീപങ്ങൾ തെളിഞ്ഞ് നിൽക്കുന്ന കാണാൻ നമ്മൾ കാർത്തികയ്ക്കൊക്കെ കാണില്ല, അതുപോലെ ആയിരുന്നു റോഡിൽ ഫുള്ള്. ഓരോരോ വീടിൻ്റെ മതിലിൻ്റെ മുകളിലും നമ്മുടെ സിറ്റ് ഔട്ടിലും ഒക്കെ നന്നായിട്ട് അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ കുട്ടികൾ നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി നമ്മൾ ഈ വിളക്കൊക്കെ എടുക്കില്ല, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രദക്ഷിണം കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ചടങ്ങൊക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്ക് നല്ല ഐഡിയ ഇല്ല. അപ്പോൾ ഇതേ വരുന്നു നമ്മുടെ പപ്പ. അപ്പോൾ ഇത് ചിഞ്ചൂസിൻ്റെ പപ്പ ആണ്, അതായത് എൻ്റെ വല്യച്ഛൻ. അപ്പോൾ പപ്പയെ കണ്ടത് മുന്നോസ് ഓടിപ്പോയി ഓട്ടോയിൽ കയറി. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ പോകുന്നുണ്ടോ പെരുന്നാൾ കാണാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഓടിപ്പോയി വണ്ടിയിൽ കയറി. വണ്ടിയിൽ ആൻറ്റി ഉണ്ടായിരുന്നു, നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് ആൻറ്റി. അങ്ങനെ മുന്നോസ് കയറി ഓട്ടോയിൽ പോയി. പിന്നെ അവളില്ലാതെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളും പുറകെ വെച്ച് പിടിച്ചു. പപ്പ പറഞ്ഞു നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് അവിടെ ഫുള്ള് കമ്പ് ഇങ്ങനെ പൊട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാമോന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നല്ല രസമായിരുന്നു. നമ്മൾ അങ്ങനേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കമ്പം പൊട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന് ചവിട്ടിയത് കറക്റ്റ് അതിൻ്റെ അടുത്തായിരുന്നു. അവിടെ വെച്ചിട്ടായിരുന്നു ആ കമ്പും ഫുൾ അതിൽ പടക്കങ്ങളെല്ലാം പൊട്ടിച്ചുകൊണ്ടിരുന്നത്. ഞാനാണെങ്കിൽ എനിക്ക് വീഡിയോയും എടുക്കണം, പക്ഷേ ഈ സൗണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇത്ര അടുത്ത് കമ്പ് കാണുന്ന ആദ്യമായിട്ടാണ്, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ നല്ല ഭയം ഉണ്ടായിരുന്നു. എൻ്റെ തലയുടെ മണ്ടയിൽ കൂടെ ഒക്കെ വന്ന് വീഡിയോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ മാറി ഒരു മൂലിക്ക് നിന്നു. അപ്പോൾ ഇതാണ് കേട്ടോ പള്ളി. ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ഈ പള്ളി വരുന്നത് മുക്കത്താണ്, അതായത് മയ്യനാട് മുക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പള്ളി പരിസരത്ത് ചെണ്ടമേളവും ബാൻഡുമേളവും തകർക്കുമായിരുന്നു. ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ട് നിൽക്കാനും, അതുപോലെ തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ആ കമ്പ് പൊട്ടുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭംഗി അതൊന്നും വേറെ തന്നെയാണ് അല്ലേ. അങ്ങനെ നമ്മൾ കുറേ നേരം ആ കമ്പും, അതായത് ആ കമ്പ് ഫുള്ള് തീരുന്നേരം നമ്മളത് കണ്ടുകൊണ്ടിരുന്നു. അതായത് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നേരിട്ട് കാണാൻ അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്, അത് വേറെ കാര്യം.